ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യത്തിൽ ഒരു കനാന്യ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് നിലവിളിക്കുന്നു. യേശു ഒരു ഉത്തരവും അവളോട് പറയുന്നില്ല. അവളുടെ നിലവിളി, അവളുടെ ചെറിയൊരു പൈതൽ ഭൂതോപദ്രവത്താൽ വല്ലാതെ ഭാരപ്പെടുന്ന ഒരു സൗഖ്യമാണ് അവൾ ആവശ്യപ്പെടുന്നത്. യേശു ഉത്തരവൊന്നും കൊടുക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ റെക്കമെൻഡ് ചെയ്യുന്നു, ഗുരു, ഈ സ്ത്രീ വല്ലാതെ നിലവിളിക്കുന്നവളോട് കടാക്ഷിക്കണമേ. ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷനിൽ കൂടെയും ഈ സഹോദരിയോട് യേശു കരുണ കാണിക്കുന്നില്ല. പിന്നെയും ഈ സഹോദരി യേശുവിൻ്റെ പിന്നാലെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഞാൻ വന്നത് സ്വന്തം ജനമായ ഇസ്രായേലിനു വേണ്ടിയാണ്, എൻ്റെ മക്കളായ ഇസ്രായേലിനു വേണ്ടിയാണ്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല. എന്നാൽ ഈ സഹോദരി ഈ വാക്കുകളൊന്നും കേട്ട് യേശു മിണ്ടാതിരുന്നിട്ടും ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷനുകളെ ഉൾക്കൊള്ളാതിരുന്നിട്ടും പിന്നെയും നിലവിളിച്ചിട്ടും 3 പ്രാവശ്യമായിട്ടും യേശു ഉത്തരം നൽകാത്തതുകൊണ്ട് മടങ്ങിപ്പോകാമെന്നല്ല വിചാരിച്ചത്. യേശുവിൻ്റെ പാദാന്തിയെ നമസ്കരിച്ചുകൊണ്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നിലവിളിച്ച ആ സ്ത്രീക്ക് വേണ്ടി യേശു കർത്താവ്, ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടെ കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം മക്കൾ പോലും ഇത്രയും വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിക്കുന്നില്ല, എന്നോട് യാചിക്കുന്നില്ല. സ്ത്രീയെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ സന്നിധാനത്തിൽ വിടുതൽ വരുവോളം, ക്രിസ്തുവിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുവോളം പാദാന്തിയെ കാത്തുകിടക്കുന്നവരുടെ വിടുതലെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്ന വിടുതൽ, നമ്മളുടെ ആവശ്യം പോലെയുള്ള വിടുതൽ, നമ്മുടെ ജീവിതത്തിന് വേണ്ടതിനപ്പുറവുമായിരിക്കുന്ന വിടുതൽ. അതേത് വിഷയത്തോട് ബന്ധപ്പെട്ടായിരുന്നാലും, രോഗമായിരുന്നാലും, സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നാലും, ആത്മീയ ജീവിതമായിരുന്നാലും, ഭൗമിക മേഖലകളായിരുന്നാലും, എന്തിനു വേണ്ടിയാണോ യേശുവിൻ്റെ പാദാന്തിയെ കിടക്കുന്നത്, അതിനുവേണ്ടി കർത്താവ് നമ്മുടെ ഇഷ്ടം പോലെ അത് ഭവിക്കട്ടെ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി കാണും. രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പ്രബോധിപ്പിക്കുന്നത്, കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഉത്തരം വരുവോളം കിടക്കുവാനുള്ള, ഉത്തരം വരുവോളം ആ പാദാന്തിയെ നമസ്കരിക്കാനുള്ള ഒരു നല്ല മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്നുള്ളൊരു റിപ്ലൈയും കിട്ടുവാൻ ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.